എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുന്നു, സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ സ്പാനിഷ് ഓംലേറ്റ് എല്ലാവരും നല്ല റെസ്പോൺസാണ് എനിക്ക് തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പരീക്ഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവാം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഡിഷാണ് പോകുന്നത്. വെർമസില്ലി ചേർത്ത് സെമിയ ഉണ്ടല്ലോ, അത് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഡിഷ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് വെർമസില്ലിയാണ്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത വെർമസില്ലിയാണ്. പിന്നെ കശുവണ്ടി, മുന്തിരി, പാല്, ഷുഗർ, നെയ്യ്, ഇത്ര ഐറ്റംസ് മതി. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് വെർമസില്ലി ഒന്ന് വറുത്തെടുക്കണം. വറുത്ത വെർമസില്ലിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഇത് റോസ്റ്റഡ് അല്ലാത്ത വെർമസില്ലിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് ഡീപ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു കടായി വെക്കാം. അത് ഒന്ന് ചൂടാക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത്രയും നെയ്യ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം വെർമസില്ലിയും ഇതിൽ തന്നെയാണ് നമ്മൾ വറുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ വീണ്ടും എക്സ്ട്രാ നെയ്യ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യ് പെട്ടെന്ന് ഉരുകി വരട്ടെ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. തീ കുറച്ചു ഞാൻ, കാരണം നെയ്യ് ഒഴിക്കുമ്പോൾ അധികം ചൂടായാലുണ്ടല്ലോ നെയ്യ് ബട്ടറൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു കയറും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ല നെയ്യൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഒരല്പം തീയൊന്ന് ചട്ടി ചൂടായ ശേഷം അല്പം തീയൊന്ന് കുറച്ചേക്കണം. അപ്പോൾ നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. കശുവണ്ടി നമുക്ക് വേഗം മാറ്റാം. ഇനി നമുക്ക് കിസ്മിസ്, അതായത് മുന്തിരി വറുത്തെടുക്കാം. മുന്തിരി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ കഴിയും. ഇടുമ്പോഴേക്ക് അതിങ്ങനെ ബോൾ പോലെ വീർത്ത് വരും. എണ്ണ ചൂടായി കിട്ടിയാൽ മാത്രം മതി. അതായത് നെയ്യ് എന്താണോ നമ്മൾ ഇത് വറുക്കാൻ ഉപയോഗിക്കുന്നത്, ആ ഓയിൽ ചൂടായി കിട്ടിയാൽ മാത്രം മതി. കണ്ടോ, ബോൾ പോലെ വീർത്ത് വരുന്നു. ഇതെല്ലാം ഒന്ന് വീർത്ത് വരട്ടെ കേട്ടോ. ാണ് ഈ കിസ്മിസ് ഇങ്ങനെ വറുത്ത് വരുമ്പോൾ അതിങ്ങനെ ബോളായിട്ട് വരുന്നത് കാണാൻ. എനിക്ക് തോന്നുന്നു ഇത്തരം പണികൾ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെടും. കണ്ടോ, മുത്തുമുത്ത് പോലെ ഇരിക്കുന്ന എല്ലാം നമുക്ക് കോരിയെടുക്കാം. കശുവണ്ടി മുന്തിരി നമ്മൾ വറുത്തെടുത്ത് മാറ്റി. ഇനി നമ്മുടെ കണ്ടോ നല്ല നെയ്യ് ഇത്രയുണ്ട്. ഇതിൽ നമുക്ക് വെർമസില്ലി വറുത്തെടുക്കാം. നമ്മളപ്പോൾ ഒരു കപ്പ് അളവിൽ 250-ൻ്റെ ഒരു കപ്പ് അളവിലാണ് നമ്മൾ വെർമസില്ലി ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതേ അളവിൽ തന്നെ കുറച്ചുകൂടെ നമുക്ക് എടുക്കാം. കണ്ടോ, ഇത്രയും മതിയാവും. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ശരിക്ക് വറുക്കണേ. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇത് വളരെ നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ടേ കല്യാണമൊക്കെ ഉറപ്പിച്ച് നമുക്കിങ്ങനെ ഒരു ആഹ്ലാദകരമായ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ വിരുന്ന് കൊടുക്കുമല്ലോ. അപ്പോൾ ചെറുക്കൻ വീട്ടുകാർ പെണ്ണ് വീട്ടുകാരിലേക്ക് വിരുന്ന് വരുന്ന സമയത്ത് അതിന് ശക്കർബാത്ത് എന്നൊരു പേരുണ്ട്. ഇതാണ് ആദ്യം കൊടുത്തിട്ട് അവർ വന്ന ശേഷം നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് കൊടുത്ത ശേഷം അവർക്ക് കഴിക്കാനായിട്ട് ഈ ഒരു കേസരി, അതായത് നമ്മൾ റവ കേസരി ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ സേമിയ കേസരി എന്ന് ഇതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു ശക്കർബാത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവർക്ക് വെൽക്കം ചെയ്യും. വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ തന്നെ ഇതും ഒരു ചെറിയ പാത്രത്തിലൊരു കട്ട് പീസായിട്ടൊക്കെ മാറ്റിയെടുക്കും. നമ്മളിത് സെറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതങ്ങനെ കൊടുത്ത്
നമ്മളവരെ വെൽക്കം ചെയ്യും. അപ്പോൾ അതൊരു സന്തോഷകരമായ അവസരത്തിൻ്റെ ഒരു സ്വീറ്റ് ഡിഷാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ടത്. ഒരിക്കലും ഇതിൻ്റെ കൂടെ പാലിട്ട് തിളപ്പിക്കരുത്. ഇത് വറുത്ത് മാറ്റി വെച്ച ശേഷം പാല് തിളച്ചിട്ട് അതിലേക്കാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാത്രം സെയിം പാത്രത്തിൽ തന്നെ വീണ്ടും നമ്മൾ പാല് തിളപ്പിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ 2 കപ്പ് അളവിലാണ് വെർമിസില്ലി എടുത്തത്. അതുപോലെ തന്നെ 2 കപ്പ് അളവിലാണ് പാലും എടുക്കുന്നത്. ഞാനിവിടെ ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചേക്കുകയാണേ. ഇത് നമ്മളെടുത്ത് അളവ് വെച്ചിരിക്കുന്ന പാലാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് 1/2 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കണം. കണ്ടോ, 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഒന്ന് പാല് നന്നായി വേവിച്ചെടുക്കാം. ശരിക്കും തിളച്ച് വെന്ത് വരണം കേട്ടോ. പാല് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂവ്, സാഫ്രോണില്ലേ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ എസൻസ്, എന്തെങ്കിലും പൈനാപ്പിൾ എസൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി അത് ചേർത്ത് കൊടുക്കാം. പുളിയുള്ളതൊന്നും ചേർക്കരുത് കേട്ടോ. പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്കൊരല്പം കുങ്കുമപ്പൂവ് 1 പിഞ്ച് അളവിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്തവരിത് ചെയ്യണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിച്ച് സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളൊരല്പം കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. ഒരു കളറും നമുക്ക് കിട്ടും, ഒരു യെല്ലോയിഷ് കളറ്. അതിനു വേണ്ടി നമുക്ക് ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിനൊരു യെല്ലോയിഷ് കളറായിരിക്കും. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ടേ. നല്ല പോലെ നമുക്ക് വേവിച്ചെടുക്കാം. പാല് തിളച്ചാലും വേവിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പാല് വെന്ത് വരണമല്ലോ. അതിൻ്റെ വെള്ളത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് ശരിക്കും വറ്റി വരാനായിട്ട്. കൂടാതെ നമ്മളിവിടെ വെള്ളം ഒഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ നല്ല പോലെ വെന്ത് വരട്ടെ. കണ്ടോ, അതിൻ്റെ കളറെല്ലാം ഇളകി വരുന്നുണ്ട് കേട്ടോ. ഒരു യെല്ലോയിഷ് കളറിലേക്ക് വരുന്നുണ്ട്. നമ്മളിട്ട് കൊടുത്ത സാഫ്രോണിൻ്റെ കളർ ഇളകുന്നതാണ്. അപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ഏകദേശം നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ വെർമിസില്ലി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. ഈ ഒരു ബ്രൗണിഷ് കളർ കിട്ടുന്നത് വരെ വേണം വറുത്തെടുക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ വാങ്ങുന്ന വെർമിസില്ലി അത്യാവശ്യം വറുത്തിട്ടാണ് വരുന്നത്. എങ്കിൽ കൂടിയും നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. ഇതിപ്പോൾ വറുക്കാത്ത വെർമിസില്ലി എടുത്തത് കൊണ്ടാണ് കുറച്ച് ഡീപ്പായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തത്. ഇതൊന്ന് സെറ്റായി വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യത്തിന് കേട്ടോ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അധികം സമയമൊന്നും നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. നന്നായി ഇത് തിളച്ച് സെറ്റായി വരട്ടെ. ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏലക്ക അധികം ചേർക്കാറില്ല. കാരണം ഇവിടെ എൻ്റെ മകൾക്ക് ഏലക്കയുടെ സ്വാദ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഏലക്കാപ്പൊടി ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. ഇനി ഇത് തിളച്ച് വരട്ടെ കേട്ടോ. ഇതിന് ചെറിയ വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട്. അത് നന്നായിട്ട് നമുക്ക് സെറ്റായി കിട്ടണം. കണ്ടോ, ഇതുപോലെ നന്നായി തിളച്ച് കിട്ടണം കേട്ടോ. നമുക്ക് തിളച്ച് വറ്റി കിട്ടണം. എങ്കിലാണ് നമുക്കിത് സെറ്റ് ചെയ്ത ശേഷം പീസായിട്ട് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലാത്ത പക്ഷം ചെറിയ കോപ്പകളിലാണെങ്കിലും നിറച്ചിട്ട് നമുക്ക് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതും സാധ്യമാണ്. പക്ഷെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ചേർന്ന് വരണം. കണ്ടോ, ഇപ്പോൾ ഏകദേശം നമുക്കിത് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഈ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ പകർന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. ആവി പോയ ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. ദാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അടുപ്പ് ഓഫ് ചെയ്യണേ.
ഇതിപ്പോൾ വേഗം സെറ്റായി തുടങ്ങുവേ, അതുകൊണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇത്തിരി കട്ടിയിൽ വെച്ച് കൊടുക്കണേ, മുറിച്ചെടുക്കാനുള്ളത് കൊണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ച കശുവണ്ടി, മുന്തിരി ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബദാം ഉണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് വറുത്തെടുത്ത കശുവണ്ടി, മുന്തിരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഓരോ പീസിനും ഇത് കിട്ടത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. കുറച്ച് കശുവണ്ടി, മുന്തിരി, ഇതുപോലെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കശുവണ്ടി, മുന്തിരി എല്ലാം വെച്ചിട്ട്. ഇനി ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ ശേഷം, തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചില്ല് ചെയ്യിക്കാം. അതിനുശേഷം മാത്രമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും ഇത്തരം സാധനങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. ഒന്ന് ആവി പോയി നല്ല പോലെ ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 1 അവർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തു. തണുത്ത ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത്. 1 അവർ നന്നായി ഫ്രീസ് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സ്ക്വയർ പീസായിട്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്യുന്നത്. കണ്ടോ, നമ്മളിവിടെ കശുവണ്ടി, മുന്തിരി വെച്ചിരിക്കുന്ന ഓരോ പോർഷൻ ഉണ്ടല്ലോ, അത് പോർഷൻ ബേസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നമുക്കിത് വളരെ ഈസി ആയിട്ട് കിട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി അത് സ്ക്വയർ പീസായിട്ട് എടുത്ത് നോക്കാം. കണ്ടോ, ഇതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം, അല്ലാതെയും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റും. വെർമിസെല്ലി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു സെമിയ കേസരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കണ്ടോ, സെമിയ അധികം വെന്ത് പോവാത്ത രീതിയിലായിരിക്കണം നമ്മളത് വറുത്തെടുക്കേണ്ടത്. കുറച്ച് മൂത്ത് വറുത്തെടുക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടുള്ളൂ. സേമിയ അധികം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. നല്ലപോലെ വറുത്തെടുത്താൽ ആ ഒരു പ്രശ്നമില്ല. കണ്ടോ, കേക്ക് പോലെ ഒന്നൊന്നായിട്ട് നമുക്ക് പീസസ് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ സേമിയ കേസരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് നല്ല സപ്പോർട്ട് നിങ്ങളുടെ വേണം. ലൈക്ക്, ഷെയറും കമന്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളായിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ എന്ന ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്മകൾ മാത്രം നേർന്നുകൊണ്ട് എന്നും നിങ്ങളുടെ കൂടെ. താങ്ക് യു വെരി മച്ച്.